ഹായ്, ഹലോ. എൻ്റെ പേര് ഹാഷിം. വി ആർ ക്രിയേറ്റീവ് എന്നുള്ള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇപ്പം എല്ലാവർക്കും അറിയാം, യുദ്ധം നടന്നു കൊടുക്കുകയാണ് ഗൾഫ് മേഖലകളിലൊക്കെ. അതിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൂടാതെ തന്നെ പെട്രോൾ ഡീസലിന് കഴിഞ്ഞ ഒരു 1 വീക്കായിട്ട് വില കൂടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാനിന്ന് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ കണ്ട ഒരു വല്ലാത്തൊരു ഒരു സങ്കടമായ ന്യൂസ് തന്നെയാണ്. കാരണം പെട്രോളിനും ഡീസലിനും വില കൂടി. പെട്രോളിന് 2 രൂപ 61 പൈസ, ഡീസലിന് 2 രൂപ 21 പൈസ. സത്യത്തിൽ എന്നെപ്പോലുള്ള സാധാരണ ആളുകൾ, ജനങ്ങൾ, ഇപ്പോൾ ഞാനടക്കമുള്ള സാധാരണ ജനങ്ങൾ ഇതിൽ ഇനിയിപ്പോൾ എങ്ങനെ ഫേസ് ചെയ്യുന്ന അറിയില്ല. വെച്ചാൽ ഒരു 2 21 പൈസ എന്ന് പറയുമ്പം അതിൽ ടാക്സ് വരും. കേരള സർക്കാരിന് ടാക്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു 3 രൂപയുടെ അടുത്തോളം എന്തായാലും വരും മൊത്തം പറയുകയാണെങ്കിൽ. അത് തന്നെ എല്ലാം കൂടി എന്ത് ചെയ്യുമെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല എല്ലാവരും ഇതിൽ. ഇപ്പോൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നില്ല ഈ വീഡിയോയിൽ. അതായത് ഇവിടെ കേരളത്തിലുള്ള പല ആളുകളും കേന്ദ്രത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അത് ഈ ഇലക്ഷനിൽ നിങ്ങൾ കണ്ടതാണ്, എല്ലാവർക്കും അറിയാം. 3 സീറ്റ് കിട്ടിയ പാർട്ടി, ഞാൻ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ സത്യത്തിൽ ഭയങ്കര ഒരു അടിയാനാണ്. പക്ഷെ അവർക്ക് പ്രശ്നമൊന്നുമില്ല, അവർ സപ്പോർട്ട് ചെയ്യുന്ന തന്നെ അവർ വിശ്വാസമാണ്. പക്ഷേ ഈ ഇലക്ഷൻ സമയത്ത് അവർ പിടിച്ചു വെച്ചു. ഓക്കെ, ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് തന്നെ അവർ കറക്റ്റ് അവർ ഇതാക്കുകയും ചെയ്തു, കിട്ടുകയും ചെയ്തു. ഇപ്പോൾ എല്ലാം തന്നെ എല്ലാവർക്കും അറിയാം. പോയി യുദ്ധത്തിന് പ്രശ്നം കൊണ്ട് തന്നെ ഇന്ത്യയിൽ മാത്രമല്ല മറ്റുള്ള എല്ലാ രാജ്യങ്ങളിലായാലും മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളായാലും ഒക്കെ എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് തന്നെ ഇവരിങ്ങനെ ഈ പെട്രോളും ഡീസലിനും മറ്റുള്ളതിനൊക്കെ വില കൂട്ടിയത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ പറയേണ്ട ആവശ്യം, ഇപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിരുന്നത് ഹോട്ടലുകളിലെ സാധനങ്ങൾ വിലക്കയറ്റം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പാലിൻ്റെ വില കൂട്ടി. പാലിപ്പോൾ ജൂൺ 1 മുതൽ 4 രൂപയാണ് വരാൻ പോകുന്നത്. 4 രൂപ കൂട്ടിയാണ് വരാൻ പോകുന്നത്. എന്ത് ചെയ്യുന്ന ഒരു ഐഡിയയും കിട്ടുന്നില്ല. പല ആളുകളും പല കമൻറ്റ്സ് കാരണം കാണുന്നുണ്ട് യൂട്യൂബിൽ. ഞാൻ അധികം വായിക്കാൻ പോയിട്ടില്ല, രാവിലെ തന്നെ അല്ല. ചിലത് മുമ്പൊക്കെ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഒരു 10 വർഷം മുമ്പ്. ഞാൻ ഒരു പാർട്ടി കുറ്റപ്പെടുത്തി സംസാരിക്കില്ല. അപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ഇതുപോലെ അന്നൊക്കെ എൻ്റെ ഓർമ്മയിൽ 50 രൂപ 60 രൂപ അടുത്ത പെട്രോളിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ 1 രൂപ 2 രൂപ കൂട്ടിയതിൻ്റെ ഇവർ എല്ലാ പാർട്ടിക്കാരും മിക്ക ദിവസം ഹർത്താലും ബന്ധങ്ങൾ നടത്തുന്നു. അപ്പോൾ അത് ഞാൻ അത് നടത്തണമെന്നല്ല പറയുന്നത്. പക്ഷേ അതിൽ ഒരു പ്രതികരിക്കുമായിരുന്നു അന്നത്തെ പ്രതിപക്ഷമായാലും. പക്ഷെ ഇപ്പം ഒരാളും ഇതിനെക്കുറിച്ചൊന്നും ഒരു പാർട്ടിയും ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കുക, പ്രതികരിക്കുകയൊന്നുമില്ല. അവർ ഇത് കേട്ടിട്ട് ഇവിടെ മിണ്ടായിരിക്കുക ചെയ്യുന്നത്. അതിൽ ജനങ്ങളുടെ കമ്മിറ്റ്മെൻ്റ് ഒരു സംഭവം ഇവർക്കില്ലെന്നാണ് എനിക്ക് ഇന്നത്തെ ഈ ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. നമ്മൾ ഇത് മാത്രമല്ല, ഇപ്പോൾ ഇതിൻ്റെ